ഇന്ന് നമ്മൾ ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന ചാപ്റ്ററിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് എന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ബീങ്സ്. നമുക്കറിയാം, ഒരു സൊസൈറ്റിയിൽ പല ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും അല്ലെ, പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട്. ഒരു നെറ്റ്വർക്കാണ് ആക്ച്വലി ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിൽ ഡിഫറെൻറ്റ് പാറ്റേൺസാണ്. ഒരു നെറ്റ്വർക്ക് എന്ന രീതിയിൽ പല ഇൻഡിവിജ്വലായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള പല ഒരു രീതിയിലൊരു നെറ്റ്വർക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാം. എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഒരു കമ്പനീനെ എടുക്കുകയാണെങ്കിൽ കമ്പനി അവരുടെ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാണ്. ഓക്കെ, ആ കസ്റ്റമേഴ്സിൽ തന്നെ പല ഗ്രൂപ്പുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ അവരുടെ ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പബ്ലിക് ഉണ്ടായിരിക്കും, കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, മീഡിയാസ് ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഉണ്ട് അല്ലേ. ഒരു സോഷ്യൽ നെറ്റ്വർക്ക് അതിലുണ്ട്. അതിൻ്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ആ നോട്ട്സുകളെല്ലാം അല്ലേ. നമ്മൾ പറയും കമ്പ്യൂട്ടറിൽ ഓരോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നെറ്റ്വർക്കിന് ഓരോ കമ്പ്യൂട്ടറിൻ്റെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാറ്. അപ്പോൾ അതേപോലെ ഈ SISNA ഓരോ നോട്ട്സിൻ്റെയും ക്യാപ്പബിലിറ്റി എങ്ങനെയുണ്ട്, അവരുടെ വർക്കിംഗ് എന്താണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ബിറ്റ്വീനസ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രി എത്രത്തോളം നമ്മൾ അനലൈസ് ചെയ്യുന്നു. The social network analysis means analyzing the various characteristics of the pattern of the distribution of relationship and drawing the inference about the network as a whole or about those belong to its considered individually or group. നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അതായത് പല ഗ്രൂപ്പുകളായിട്ടാണ് ഉള്ളത് അല്ലേ. ആ ഗ്രൂപ്പുകളുടെ ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ഉണ്ടായിരിക്കും അല്ലേ. നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ ഗ്രൂപ്പുകളാണ്. ഫാമിലി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള കുറേ ടേംസ് വരുന്നുണ്ട്. അതായത് പല ഇൻഡിവിജ്വൽസ്, അതായത് ഓരോ വ്യക്തികളെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് വരുന്നുണ്ട് അല്ലെ, ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും പല ഗ്രൂപ്പുകളുടെ ഒരു ഫോർമേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വില്ലേജ്, അതും ഒരു സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിറ്റീസ്, റീജിയൻസ്, ഹൗസ് ഹോൾഡ്, ഇതൊക്കെ എന്താണ്? ആക്ച്വലി ഒരു സോഷ്യൽ നെറ്റ്വർക്കാണ്. അവരുടെ എല്ലാം ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിഹേവിയർ പാറ്റേൺ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബേസിക് ടെർമിനോളജീസ് നോക്കാം. ഒന്ന്, സെൻട്രാലിറ്റി. നമുക്കറിയാം, ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള, അത് ഈ SNAയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ കീ പോയിൻ്റ് എന്ന് പറയുന്നത് സെൻട്രാലിറ്റിയാണ്. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. ഇപ്പം നമ്മൾ ട്രോപ്പോളജി പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരു കമ്പ്യൂട്ടറിൽ ട്രോപ്പോളജി പഠിച്ചിട്ടുണ്ടായിരിക്കും. ബസ് ട്രോപ്പോളജി ഉണ്ട്, റിംഗ് ട്രോപ്പോളജി ഉണ്ട്, മെഷ് ട്രോപ്പോളജി അല്ലേ. പല രീതിയിൽ, അതായത് ട്രോപ്പോളജി മീൻസ് എന്താണ്? അറേഞ്ച്മെൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ നോട്ട്സ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ്സ്. അത് ട്രീ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിംഗ് ടൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മെഷ് ടൈപ്പ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അതിന് ഒരു സെൻട്രൽ ഉണ്ടായിരിക്കും അല്ലേ. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു സെൻട്രൽ ഒക്യുപ്പേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ SNL ഒരു സെൻട്രാലിറ്റി ഉണ്ട്. ഓക്കെ, അതിൽ വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ഗ്രൂപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നോളേജ്, ഇതൊക്കെ നമ്മൾ ആ ഒരു സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെ ആക്സസിബിലിറ്റി ഉണ്ട്. നമ്മളിനി സെൻട്രലില്ല അല്ലെങ്കിൽ ഒരാളും അത് സെൻട്രൽ ഒക്യുപ്പേഷൻ ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? എങ്ങനെ വേണമെങ്കിലും അത് ഇൻഫോർമേഷൻ ഫോളോ ചെയ്യും. ചിലർക്ക് കിട്ടാം, അല്ലെങ്കിൽ അത് ചിലർക്ക് കിട്ടാതിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ SNAയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടെർമിനോളജി അല്ലെങ്കിൽ മെയിൻ കീ പോയിൻ്റ് എന്ന് പറയുന്നതാണ് സെൻട്രാലിറ്റി. നെക്സ്റ്റ് ആണ് ബിറ്റ്വീനസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പലധികം ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ഒന്ന് ഇൻഡിവിജ്വൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലീസ്, ഫ്രണ്ട്സ്, ഹൗസ് ഹോൾഡ്സ്, വില്ലേജസ്, കമ്മ്യൂണിറ്റീസ്, റിലീജിയൻസ്, അങ്ങനെ ഇഷ്ടംപോലെ എന്ത് വരുന്നുണ്ട്? സോഷ്യൽ റിലേറ്റഡ് ഉണ്ട്. അവരൊക്കെ തമ്മിൽ എന്താണ്? ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. നമുക്ക് തന്നെ നോക്കിയറിയാം, നമ്മൾ ഒരു ഹൗസ് ഹോൾഡ് മാത്രമാണോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫാമിലി മാത്രമാണോ ഒതുങ്ങി തീരുന്നത്? അല്ല. നമുക്ക് എന്താണ്? പുറത്തേക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നമ്മുടെ റീജിയനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ആയിട്ട്, അങ്ങനെയൊക്കെ എന്താണ്? ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതെന്താണ്? ഒരു ബിറ്റ്വീനസ് ഉണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് പല രീതിയിലുള്ള ഇൻഫോർമേഷൻ നമുക്ക് പാസ് ചെയ്യാം അല്ല. അപ്പോൾ ഈവൺ നിങ്ങളൊരു ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ എന്താണ് ഇൻഫോർമേഷൻസ് ഇങ്ങനെ പാസ്സായി പോകുന്നുണ്ട് അല്ലേ. നമുക്കത് എന്താണ്? ഒരു ഫ്ലോ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എന്താണ് SNL ഒരു നെറ്റ്വർക്ക് അല്ലേ. നമുക്കറിയാം നെറ്റ്വർക്ക് നോട്ട്സുകളാണ് ഓരോ വ്യക്തികളും
അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ ഗ്രൂപ്പുകളായിക്കോട്ടെ, അവർ തമ്മിൽ എന്ത് വരുന്നുണ്ട്, ഒരു ബിറ്റ്നസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അടുത്താണ് ക്ലോസ്നെസ്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 പോയിൻറ്റോട് കൂടി തന്നെ, കാരണം ഒരു സെൻട്രാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നമുക്കൊരു ക്ലോസ് റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എത്രത്തോളം റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു, വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കാം ഇൻഡയറക്റ്റ് ആയിരിക്കാം, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒരു നെറ്റ്വർക്കിൽ ഇൻഡിവിജ്വൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് നമുക്ക് ഓരോ നെറ്റ്വർക്ക്, ഈ ഒരു സെൻട്രാലിറ്റി ഉള്ള ഒരു ടേം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ക്ലോസ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഡിഗ്രി. ഓക്കെ, ഡിഗ്രി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു നെറ്റ്വർക്കായിട്ട് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ ഒരു നോട്ട്സായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവിടെ ഹൈ ഡിഗ്രി എന്താ പറയുക റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും കണക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഇൻ്റർ റിലേറ്റഡ് ആയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡിഗ്രി ഓഫ് അനാലിസിസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ബേസിക് ടെർമിനോളജീസ് ഓഫ് SNA. അടുത്തതാണ് ജനറൽ ആപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്. ഇപ്പോൾ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫേം ഓർഗനൈസേഷനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അവർ ഈ ഒരു ജനറൽ ആപ്ലിക്കേഷൻ SNAയുടെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ഫോർ ദി ഇംപ്രൂവ് ദ കമ്പ്യൂട്ടർ ടാർഗറ്റിംഗ് ഫോർ ദ പൊട്ടൻഷ്യൽ പ്രൊമോഷൻസ് ബേസ്ഡ് ഓൺ ദെയർ പാസ്റ്റ് പർച്ചേസ് ഹിസ്റ്ററി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കമ്പനിയിൽ എന്താണ് ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം, മാനേജേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഗവൺമെൻറ്, പബ്ലിക്, മീഡിയാസ്, ഇങ്ങനെയൊക്കെ എന്താണ് ഒരു പല രീതിയിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഗ്രൂപ്പൊക്കെ അടങ്ങിയതാണ്. ഇതിനെല്ലാം നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഒരു നല്ല രീതിയിലുള്ള ആ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് പറ്റുന്നത്. അതൊരു കമ്പനിയിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാം, കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ട്, അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലേ, നമുക്കിപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കണം, ആ പുതിയ പ്രൊഡക്റ്റ് ഇറക്കുന്നതിനായിട്ട് എങ്ങനെയാണ് കസ്റ്റമേഴ്സിന് ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ പാറ്റേൺ മാറിയോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവരുടെ ലോയൽ കസ്റ്റമേഴ്സിനെ, എന്താണ് ലോയൽ കസ്റ്റമേഴ്സ്, നമ്മൾ ഒരു വട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അവർ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ അവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെയും അവരെന്താണ് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും, അത്രയും നമ്മൾ ലോയൽ കസ്റ്റമേഴ്സ് എന്ന് പറയാം. ഇത് ആ പ്രൊഡക്റ്റിൻ്റെ എപ്പോഴും റിപ്പീറ്റേറ്റീവായിട്ട് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ലോയൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ഡാറ്റാസ് അല്ലെങ്കിൽ അവരെ ആക്റ്റീവാണോ അല്ലെങ്കിൽ അവരുടെ പാഷനേറ്റ് അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റിനോടാണ് അവർക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട്, അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളുടെ രീതിയിൽ നമുക്കത് ആപ്ലിക്കേഷൻ നടക്കുന്നതാണ്. അതുപോലെ തന്നെ in defecting the healthcare fraud by the detecting patterns established the linkage between individuals and come to the non-obvious റിലേഷൻഷിപ്പ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കറിയാം എന്താണ് ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ SNAയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ആരെങ്കിലും വയ്യാണ്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കോവിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ ലക്ഷണങ്ങളില്ലാത്തവരാണ്, അപ്പോൾ അങ്ങനെ നമുക്ക് ഡാറ്റ ഗവൺമെൻറ് എങ്ങനെയാണ് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ഗവൺമെൻറ് നേരിട്ട് വന്നിട്ടാണോ, അല്ല, അതിനൊരു ഫ്ലോ ചാർട്ട് പോലെയുണ്ട് അല്ലേ. അതിന് ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള സബ് ഓഫീഷ്യൽസ് ഉണ്ട്, അവർ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ബാക്കി ആൾക്കാരുണ്ട്, അങ്ങനെ അത് പിന്നെ പഞ്ചായത്ത് വഴി കണക്ട് ചെയ്യുന്നത്, ദെൻ ഇൻഡിവിജ്വൽസിൽ ഒരിക്കലൊരു ഫ്ലോ ഉണ്ട്, ഒരു സോഷ്യൽ നെറ്റ്വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അത് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനും ഡാറ്റ കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാനും ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടും ഈ SNAയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഇനി അതൊരു ബിസിനസ് ആപ്ലിക്കേഷൻ ലെവലിൽ ഒന്ന്, ക്രിയേറ്റിംഗ് ദ യൂസബിൾ കസ്റ്റമർ ഇൻ്റലിജൻസ്. നമുക്കറിയാം കസ്റ്റമേഴ്സാണ് നമ്മുടെ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ കീ. കാരണം അവരില്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് പോവില്ല. അപ്പോൾ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ നീഡ്സ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റഡ് ഗ്രൂപ്പിൻ്റെ സ്പെസിഫിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻ എന്താണ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ആ മോണിറ്റർ ചെയ്തിട്ടുള്ള ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയാസ് നല്ല ഇൻഫ്ലുവൻസ് നടക്കുന്നുണ്ട് അല്ലേ, മീഡിയാസ് വഴി നമ്മൾ കസ്റ്റമേഴ്സിനെ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിഡിക്റ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം അല്ലേ. ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡാറ്റ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രിഡിക്റ്റീവ് അനാലിസിസ് നടത്താം.
ഇന്ന കസ്റ്റമേഴ്സ് ഇന്ന രീതിയിലായിരിക്കും വരിക, അല്ലെങ്കിൽ അത്രയും പ്രൊഡക്റ്റ് ആയിരിക്കും അവർ പർച്ചേസ് ചെയ്യാനായിട്ട് പോവുക. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റീവ് അനാലിസിസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? ക്രിയേറ്റിംഗ് യൂസബിൾ കസ്റ്റമർ ഇൻ്റലിജൻസ്. നെക്സ്റ്റ്, ഓർഗനൈസേഷണൽ ചേഞ്ചസ്. നമുക്കറിയാം ഒരു കമ്പനിയിൽ പല ചേഞ്ചസും വരുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കറിയാം കോവിഡ് ആയതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ചേഞ്ചസുകൾ, ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് പല ചേഞ്ചസും വരുന്നുണ്ട് അല്ലേ. ഡേ ടു ഡേ എന്ത് വരുന്നുണ്ട്? ഫിനാൻഷ്യൽ റിലേറ്റഡായിട്ടുള്ള റിഫോംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. സാമ്പത്തിക ഉത്തേജക പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഓരോ ടൈമിലും സെൻട്രൽ ഗവൺമെൻറ് അതിനെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ RBI അതിനിങ്ങനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു എഫക്റ്റ് നമ്മുടെ ഓരോ ഓർഗനൈസേഷനിലും വരുന്നുണ്ടാവും. ബാങ്ക് ഫീൽഡിൽ വരുന്നുണ്ട്, കോർപ്പറേറ്റ് സെക്ടേഴ്സിൽ വരുന്നുണ്ട് അല്ലേ, ഇൻഡിവിജ്വൽസ് ഫേംസിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ ആ ഓർഗനൈസേഷൻ ചേഞ്ചസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതിന് നല്ല രീതിയിൽ എന്ത് വേണം? ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനെല്ലാം എന്ത് വേണം? ഒരു SNAയുടെ ഒരു കണക്ടിവിറ്റി, അല്ലെങ്കിൽ SNAയുടെ സപ്പോർട്ടോട് കൂടി നമുക്ക് നല്ല രീതിയിൽ അതിനെ സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ അത് കോപ്പപ്പ് ചെയ്തു പോകാനായിട്ട് നമുക്ക് പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ് ദ ഹെൽത്ത് ബിഹേവിയർ. ഓക്കെ, ഹെൽത്ത് ബിഹേവിയർ ഉദ്ദേശിക്കുന്നത് ഒരു സൊസൈറ്റി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ, ഞാൻ പറഞ്ഞ ഈ ഒരു ടേം ഇപ്പോഴത്തെ ഇതിൽ സിറ്റുവേഷൻ മീൻസ് ഈ പറഞ്ഞ ഈ SNA ഇപ്പോൾ നമ്മുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടേം തന്നെയാണ് SNA. കാരണം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസ് വരും അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ നമുക്കറിയാം വാക്സിൻ, കോവിഡ് വാക്സിൻ അപ്പോൾ ആദ്യം സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞു, പിന്നെ അത് കഴിയുമ്പോഴാണ് അറിയുന്നത് അതിന് ചേഞ്ചസ്, അതിന് ഇത്ര ടൈം വാലിഡിറ്റി ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് അവിടെ എക്സ്പെരിമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു എക്സ്പ്ലോറേറ്റീവ് ലെവലിലുള്ള ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഫീൽഡിലും അല്ലേ, എക്സ്പെഷ്യലി ഫാർമസ്യൂട്ടിക്കൽ ഏരിയയിൽ. അപ്പോൾ അത് ഹെൽത്ത് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആദ്യം കണ്ട ലക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചേഞ്ചസ് ആണുള്ളത് അല്ലേ. കോവിഡ് ഓരോ രീതിയിൽ ഓരോരുത്തർക്കാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സ്റ്റഡി ചെയ്യുന്നു. ഓക്കെ, അത് സ്റ്റഡി ചെയ്ത് നമുക്ക് അറിയണം. അപ്പോൾ അവിടെ എന്താണ് ഒരു സോഷ്യൽ നെറ്റ്വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ഇൻഫോർമേഷൻ അവിടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏത് വരുന്നത്? SNAയുടെ ബിസിനസ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ SNA ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ SNA എന്ന് പറയുന്നത് ഒരു സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ആണ്. അതായത് സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു ഫാമിലീസിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡുകളായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ഫേം, ദെൻ ഗവൺമെൻറ്, സോഷ്യൽ മീഡിയാസ്, റീജിയൻസ്, കമ്മ്യൂണിറ്റീസ് അല്ലേ. നമുക്കൊരു വലിയൊരു വൈഡ് ഏരിയ തന്നെയാണ് ഇവിടെ ഉള്ളത്. അവരൊക്കെ പാറ്റേൺ, ബിഹേവിയർ, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരുടെ അറേഞ്ച്മെൻറ്റ്സ്, ഇതിൽ SNAയിൽ ഓരോ വ്യക്തികളെയും നമുക്ക് എന്താ പറയാം, നെറ്റ്വർക്ക് നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും. അവരൊക്കെ എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ നമ്മൾ സ്റ്റഡി ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക. ആ ഒരു ടേമാണ് SNA എന്ന് പറയുന്നത്. ഈ ഒരു ഇതിൽ നമുക്ക് മെയിനായിട്ട് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക, കളക്ട് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ആ ഒരു പ്രോസസ്സാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് എൻ്റെ മെയിൻ ടെർമിനോളജി, നമുക്ക് അതിലൊരു സെൻട്രാലിറ്റി വേണം, ഒരു ബിറ്റ്വീനസ്, ക്ലോസ്നെസ്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ഡിഗ്രി റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ജനറലായിട്ട് നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ വരുന്നുണ്ട്. ബിസിനസ് ഫീൽഡിലും നമുക്ക് ഇതിൻ്റെ SNAയുടെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് SNA പറ്റി പറയാനുള്ളത്. ഓക്കെ.